ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ആഗോലിക്കറി വറുത്തരച്ച് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് മുളകിട്ട് വെച്ചോലൊന്ന് ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഗോലി കിട്ടിയിട്ടുണ്ട്. ഇത് മുറിച്ച് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കുക. അങ്ങനെ ഇത് ആഗോലി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതാ അതിന് വേണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വാളൻപുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചതാണത്. ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി ഇട്ടുക. ഇനി തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഇങ്ങനെ ഇതുപോലെ വറുത്തുണ്ട് കേട്ടോ, നല്ല ചുവന്ന കളറായിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ച് ഇനി ഒന്ന് തണിയട്ടെ. ഇനി കറിയിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തെക്കോട്ടുള്ളവരൊക്കെ കുടംപുളിയൊക്കെ ഇട്ടിട്ടല്ലേ ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് വാളൻപുളി ആട്ടോ അത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ വാളൻപുളി ആട്ടോ കൂടുതലും മീൻകറിയിലൊക്കെ ഉപയോഗിക്കാം. മറ്റേ പുളി ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇവിടുത്തുകാർക്ക് ഈ പുളിയാട്ടോ ഇഷ്ടമുണ്ടാവുക. അങ്ങനെ അതൊക്കെ മുറിച്ച് വെച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതിൽ നിന്നും മീൻ മാത്രം എടുത്ത് വെക്കുകയാണ്, കഷ്ണങ്ങൾ മാത്രം. അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തല ഇതിലിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. എന്നിട്ട് കയ്യിലെടുത്തൊന്ന് ഇളക്കുകയൊക്കെ ചെയ്ത് ആ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്തോന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കഷ്ണം ഉണ്ടല്ലോ മീനിൻ്റെ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ കറി. ഇത് ആവോലി വേഗം വേവുമല്ലോ, പെട്ടെന്ന് വേവുന്ന മീനാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ആ ലാസ്റ്റുള്ള ആ രസം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ നല്ലോണമായിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതാ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് അരച്ചത് ഇതിലേക്ക് ഇടുകയാണേ. നന്നായിട്ടൊന്ന് ചുഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ആവട്ടെ. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതാ കടുക് ഇടാണ്. അപ്പോൾ ഇതാ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് അതിലേക്ക് കറിവേപ്പില ഇടാം, പിന്നെ 2-3 വറ്റൽമുളകും ഇടാം. നിർബന്ധമൊന്നുമില്ല മുളക് ഇടണമെന്ന്, ഭംഗിക്ക് വേണ്ടി ഇടാം. അപ്പോൾ അത് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ച് അതിലേക്ക് വറവ് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ എന്താ സ്മെല്ല്. അങ്ങനെ വറുത്തരച്ച ആഗോലിക്കറി തയ്യാർ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പൂള നുറുക്കി ഇതാ കഴുകി കുക്കറിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട്, ഉപ്പും കൂടെ ഇട്ടിട്ട്. ഞങ്ങളെവിടേക്ക് പൂളാന്ന് തന്നെ കേട്ടോ അതിന് പറയാം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ നാട്ടിൽ തെറിയാണോ അല്ലെ പൂളാന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പൂള റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇടട്ടെ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാട്ടോ. അമ്മതാ പ്ലേറ്റിൽ വിളമ്പുന്നുണ്ട് എല്ലാവർക്കും. ഇത് അതിലേക്ക് ഇതാ ആഗോലി കറി ഒഴിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന്. അപ്പം എനിക്ക് തല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറിന് കൂട്ടാനാണ് ഇതിൽ പൂളേനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവരും മുളക് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാരൊക്കെ വെക്കുക. അപ്പം ഞങ്ങളും കഴിക്കട്ടെ, വീണ്ടും കാണാം.